Good morning dear Hindi students. Welcome back to our Hindi class. Today we are going to take a new lesson. Karthus. Karthus എന്ന് വെച്ചാൽ എന്താണ് കാർത്തൂസ്? കാർത്തൂസ് എന്ന് വെച്ചാൽ ബുള്ളറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർത്തൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഒന്ന് ശ്രദ്ധിച്ചോണേ. प्रस्तुत पाठ में एक ऐसे ही जांबाज के कारनामों में वर्णन है जिसका एकमात्र लक्ष्य था अंग्रेजों को इस देश से बाहर करना. ബ്രിട്ടീഷുകാരെ നമ്മുടെ ദേശത്തു നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന ഒരേ ഒരു ലക്ഷ്യമായി നടക്കുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ശ്രദ്ധിച്ചോ, ചാപ്റ്റർ നോക്കിക്കോ. പാത്രം, ഇതൊരു നാടകമാണ്. ഇതിനകത്തുള്ള പാത്രങ്ങൾ കേണൽ, ലെഫ്റ്റനൻറ്റ്, സിപ്പാഹി, സവാർ. ഒരു കേണലുണ്ട്, ലെഫ്റ്റനൻ്റ് ഉണ്ട്, സിപ്പാഹിയുണ്ട്, സവാറുണ്ട്. അവധി, എത്ര സമയമാണ് ഈ നാടകത്തിൻ്റെ? 5 minutes. 5 minutes ഉള്ളൂ ഈ നാടകത്തിന്. ജമാന, ടൈം സൺ 1799. സമയ്, രാത്രി കാ സമയ്. അപ്പം നിങ്ങളെല്ലാവരും മനസ്സിൽ ആ ഒരു രാത്രി സമയം ഒന്ന് ചിന്തിച്ചേ. സ്ഥാൻ, ഗോരഖ്പൂർ കെ ജംഗൽ മേ കേണൽ ഖാലിസ് കെ ഖേമേ കാ അന്തരൂനി ഖിസ്സ. ഗോരഖ്പൂരിൻ്റെ ജംഗലിൽ കേണൽ ഖാലിസ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ഖേമ ഡാൽത്തി ഹേ. ഖേമ ഡാലിനെ മനയ്ക്ക് ഒരു ടെൻ്റ് അടിച്ച് നിൽക്കുവാണ്. അവർ എന്തിനാണ് ടെൻ്റ് അടിച്ച് നിൽക്കുന്നത്? അതിനെക്കുറിച്ച് പുറകിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമയം രാത്രി സമയമാണ്. ഈ നാടകം നമ്മൾ തുടങ്ങാൻ പോവാം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു രാത്രി സമയം. ഗോരഖ്പൂർ ഗോരഖ്പൂരിൻ്റെ ജംഗിളാണ്. ആ കാട്ടിൽ കേണൽ ഖാലിസ് ആണ് ആ ജംഗിളിൽ ടെൻ്റ് അടിച്ച് താമസിക്കുന്നത്. അപ്പോൾ കേണലിനെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ആരൊക്കെയുണ്ട്? ലെഫ്റ്റനൻ്റ് ഉണ്ട്, സിപ്പാഹി ഉണ്ട്, സവാറുണ്ട്. ദോ അംഗ്രീസ് ബൈഠെ ബാത് കർ രഹേ കേണൽ ഖാലിസ് और एक लेफ्टिनेंट खेमे के बाहर है. दो अंग्रेज़ी बैठे बात कर रहे हैं. രണ്ട് പേരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കേണൽ ഖാലിസും ലെഫ്റ്റനൻറ്റും ഖേമയ്ക്ക് ബാഹർ है. ആ ടെൻറ്റിൻ്റെ പുറത്താണ്, രാത്രി സമയമാണ്. കേണൽ ഖാലിസ് എന്ത് ചെയ്യുവാണ്? ടെൻ്റ് അടിച്ചിരിക്കുവാണ്. ഈ ടെൻറ്റിൻ്റെ പുറത്താണ് ആര്? ടെൻറ്റിൻ്റെ പുറത്ത് നമ്മുടെ കേണൽ ഖാലിസും ഒരു ലെഫ്റ്റനൻറ്റും കൂടെ ബാച്ചിത് കർ രഹേ, സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ചാന്ദിനി ചിടക്തി ഹുയി അന്തർ ലാമ്പ് ജൽ രഹാ ഹൈ. ഈ ടെൻറ്റിനകത്ത് എന്താണ്? ലാമ്പ് ജൽ രഹാ ഹൈ, ഒരു ലാമ്പ് കത്തുന്നുണ്ട്. കേണൽ, ഇനി അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. കേണലാണ് ഫസ്റ്റ് പറയുന്നത്. ജംഗൽ की ज़िंदगी बड़ी खतरनाक होती है. ജംഗൽ की ज़िंदगी बहुत खतरनाक है. ഭയങ്കര ഡേഞ്ചറാണ് ഈ കാട്ടിലുള്ള ജീവിതം. അപ്പോൾ ലെഫ്റ്റനൻ്റ് റിപ്ലൈ കൊടുക്കുവാണ്. हफ्तों हो गए हम खेमा डाले हैं, सिपाही भी तंग आ गए हैं. वे वजीर अली आदमी है या भूत? हाथ भी नहीं मिला. ഹഫ്തോ ഹോ ഗേ ഹേ ഹം ഖേമ ഡാലാ ഹെ. ആഴ്ചകളായി ഇവിടെ ഉണ്ട് ടെൻ്റ് അടിച്ചിട്ട്. ലേക്കിൻ വസീർ അലിക്കോ പകട്മേ നെയ്യുമില്ല. വസീർ അലിയെ പിടിക്കാൻ കിട്ടിയില്ല. അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം കേണൽ ഖാലിസും ലെഫ്റ്റനൻറ്റും ഒക്കെ അവിടെ ഒരു ആഴ്ചകളായിട്ട് ടെൻ്റ് അടിച്ചിരിക്കുവാണ്. കാരണം എന്തിനു വേണ്ടിയിട്ട് അവർ ടെൻ്റ് അടിച്ചിരിക്കുന്നത്? വസീർ അലിയെ പിടിക്കാൻ വേണ്ടിയിട്ട്. വസീർ അലി ഒരു ജാംബാ സിബാഹിദ, ഒരു പിടികിട്ടാത്ത പുള്ളിയാണ്. ആ വസീർ അലിയെ പിടിക്കാൻ വേണ്ടിയാണ് ഇവരവിടെ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റനൻറ്റ് പറയുവാണ്, വസീർ അലി ഭൂതേനാ, വസീർ അലി വല്ല ഭൂതമാണോ? പകട്മേ നെയ്യുമില്ലായ, കയ്യിൽ കിട്ടുന്നില്ലല്ലോ. കേണൽ റിപ്ലൈ കൊടുക്കുന്നു. उसके अफसाने सुनकर रॉबिन हुड के कारनामे याद आ रहे हैं. अंग्रेजों को खिलाफ उसके दिल में किस कदर नफरत है. कोई 5 महीने हुकूमत ही होगी, मगर इस 5 महीने में वे अवध के दरबार के अंग्रेजी असर से बिल्कुल पार कर देने में तकवी कामयाब होती है. वसीर अली को अफसाने सुनकर, വസീർ അലിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ റോബിൻ ഹുഡ് യാദ് ആത്തി ഹേ. റോബിൻ ഹുഡിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. റോബിൻ ഹുഡ് എന്ന് വെച്ചാൽ എന്താണ്? റോബിൻ ഹുഡ് വസീർ അലിക്ക് തര ഏക്ക് ബഹാദൂർ ഹേ. വസീർ അലിയെ പോലെ തന്നെ ഒരു പിടികിട്ട പുള്ളിയായിരുന്നു ആര്? റോബിൻ ഹുഡ്. ആ റുസി പകട്മേ നെയ് മിലാ ഹെ. അദ്ദേഹത്തെ പിടികിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വസീർ അലിക്ക് അഫ്സാനെ സുൻകർ കിസ്ക യാദ് ആത്തി ഹെ? വസീർ അലിക്ക് അഫ്സാനെ സുൻകർ റോബിൻ ഹുഡ് കാ യാദ് ആത്തി ഹെ. ലെഫ്റ്റനൻറ്റ്, കേണൽ ഖാലിസ് ഈ സൗദത്ത് അലി കോനെ. അപ്പോൾ ഈ സൗദത്ത് അലി ആരാണ്? ലെഫ്റ്റനൻ്റ് ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു പോർഷനാണ്. കേണൽ ഖാലിസെ പൂച്ച ഖാലിസ് ഈ സൗദത്ത് അലി കോനെ. സൗദത്ത് അലി ആരായിരുന്നു? അപ്പോൾ നമ്മളുടെ വസീർ അലിയെ കുറിച്ച് പഠിച്ചു. വസീർ അലിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? ടെൻ്റ് അടിച്ചേക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന അടുത്ത ആൾ സൗദത്ത് അലി ആരായിരുന്നു? സൗദത്ത് അലി എന്ന് പറയുന്നത് ആസിഫുദ്ദൗല കാ ഭായിദെ. ആസിഫുദ്ദൗല എന്ന് പറയുന്ന അവധ് ദേശത്തിൻ്റെ ഒരു രാജാവാണ് ആസിഫുദ്ദൗല. ആസിഫുദ്ദൗല കെ ഭായിദെ കോൻ? സൗദത്ത് അലി. സൗദത്ത് അലി ആസിഫുദ്ദൗല കാ ഭായ് ഹെ. വസീർ അലി കാ ഔർ ഏക് ദുശ്മൻ. വസീർ അലിയെ, ഈ നമ്മുടെ ബ്രിട്ടീഷുകാരെ കൂടാതെ വസീർ അലിയുടെ വേറൊരു ശത്രു ആരായിരുന്നു? ഈ സൗദത്ത് അലി. സൗദത്ത് അലി ആരായിരുന്നു? ആസിഫുദ്ദൗലയുടെ സഹോദരൻ. असल में नवाब आसिफुद्दौला के हम लड़की की कोई उम्मीद नहीं थी. वसीर अली को पैदाइश को सऊदत अली ने अपनी मौत ख्याल किया.
ഇതിൻ്റെ സ്റ്റോറി ഇതാണ്. ആസിഫുദ്ദൗള അവധ് ദേശ് കെ നവാബ് थे. ആസിഫുദ്ദൗള അവധ് ദേശിൻ്റെ നവാബായിരുന്നു. ഉസ്കാ कोई संतान नहीं था. അദ്ദേഹത്തിന് മക്കളൊന്നും ഇല്ലായിരുന്നു. आसिफुद्दौला अवध देश के नवाब थे और अवध देश के नवाब आसिफुद्दौला का कोई संतान नहीं थे और इस संतान न होने के कारण उसकी राज्य के उत्तराधिकारी कौन है? उसका भाई हमारे सऊद अली है. लेकिन जब वसीर अली का जन्म हुआ, സൗദ് അലിക്ക് उसके जन्म को अपना മൃത്യു സമസ്യയെ എപ്പോഴാണോ വസീർ അലി ജനിച്ചത്, ആസിഫുദ്ദൗളയ്ക്ക് വസീർ അലി ജനിച്ചത്, അപ്പോഴാണ് അദ്ദേഹം തൻ്റെ ഈ വസീർ അലിയുടെ ജന്മം തന്നെ തൻ്റെ മരണമായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ വസീർ അലിയുടെ ജന്മം കൊണ്ട് നഷ്ടമായത് എന്താണ്? ഒരു രാജ്യം മുഴുവൻ അയാൾക്ക് നഷ്ടമായി. അതുകൊണ്ട് വസീർ അലിയുടെ ജന്മത്തിന് എന്താണ്? തൻ്റെ മൃത്യുവായിട്ടാണ് അദ്ദേഹം കരുതിയിരുന്നത്. അന്ന് മുതൽ സൗദ് അലി ശത്രുവാണ്, വസീർ അലിയുടെ ശത്രുവാണ്. ക്ലിയർ ആയോ? കൺഫ്യൂസ്ഡ് ആവരുത്. ആസിഫുദ്ദൗള നവാബ് ദേശത്തിൻ്റെ നവാബാണ്. പുള്ളിക്കാരന് ആരില്ലായിരുന്നു? മക്കളൊന്നും ഇല്ലായിരുന്നു. മക്കളില്ലാത്ത കാരണം പുള്ളിക്കാരൻ്റെ രാജ്യത്തിൻ്റെ അടുത്ത അവകാശി ആരാണ്? അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. കാരണം മക്കളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു സൗദ് അലി. അപ്പോൾ ഈ ഉത്തരാധികാരി ആരായിരുന്നു? സൗദ് അലി ആയിരുന്നു. പക്ഷേ എപ്പോഴാണോ ആസിഫുദ്ദൗളയ്ക്ക് നമ്മുടെ ആര് ജനിച്ചത്? വസീർ അലി ജനിച്ചത്. വസീർ അലി ജനിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും ആ മക്കൾക്കേ പോകത്തുള്ളൂ അധികാരം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർക്ക്? സൗദ് അലിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര ദേഷ്യമാണ്. लेफ्टिनेंट मगर सऊद अली की अवध के तख्त पर बिठाने में क्या मसला थी? सऊद अली हमारा दोस्त है और बहुत ऐसे पसंद आदमी है, इसलिए हमें अपनी आधी मुसला दे दी और 10 लाख रुपए दे दी. अब वो भी मस्ती करता है और हम भी. സൗദ് അലി ഹമാരാ ദോസ്ത് ഹെ. അന്ന് മുതൽ സൗദ് അലി ആരുടെ ദോസ്താണ്? ഈ ബ്രിട്ടീഷുകാരുടെ ദോസ്താണ്. ആര്? സൗദത്ത് അലി. लेफ्टिनेंट सुना है ये वसीर अली अफगानिस्तान के बादशाह शाह जमा को हिंदुस्तान पर हमला करने की दावत दे रहा है. कर्नल, अफगानिस्तान को हमले की दावत सबसे पहले असल में टिप्पू सुल्तान ने दी. फिर वसीर अली ने भी उसे दिल्ली बुलाया और फिर शमसुद्दौला भी. एक कौन है शमसुद्दौला? नवाब बंगाल की तिस्बी भाई, बहुत ही खतरनाक आदमी. അവിടെ ഒരു ഷംസുദ്ദൗള വരുന്നുണ്ട്. कौन है शमसुद्दौला? बंगाल की बहुत खतरनाक आदमी. महा बंगाल की तिस्बी और बहुत खतरनाक आदमी. लेफ्टिनेंट, इसका तो मतलब ये हुआ कि कंपनी के खिलाफ सारे हिंदुस्तान में एक लहर दौड़ रहा है. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ടിപ്പു സുൽത്താൻ ഉണ്ട്, ഷംസുദ്ദൗള ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? ഈ സാരെ ഹിന്ദുസ്ഥാൻമേയും ഈ ഹിന്ദുസ്ഥാൻ നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഹിന്ദുസ്ഥാനുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഇറങ്ങിയിരിക്കുവാണ്. इसका तो मतलब ये हुआ कि कंपनी के खिलाफ सारे हिंदुस्तान में एक लहर दौड़ रहा है. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായിട്ട് ഒരു ഹിന്ദുസ്ഥാൻ മുഴുവൻ ഇളകിയിരിക്കുവാണ്. അത് ടിപ്പു സുൽത്താൻ ഉണ്ട്, ഷംസുദ്ദൗള ഉണ്ട്, വസീർ അലി ഉണ്ട്. ഇവരെല്ലാവരും എന്തിനെതിരായിട്ട് ഇറങ്ങിയിരിക്കുവാണ്? നമ്മളുടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. जी हाँ, अदे. और अगर ये कामयाब हो गई बक्सर प्राची से कारमाने धरे रह जाए और कंपनी जो कुछ लॉर्ड क्लाइव के हाथों में हासिल कर चुकी लॉर्ड वेल्लेस्ले के हाथों पर खो बैठी है. लेफ्टिनेंट, वसीर अली की आज़ादी बहुत खतरनाक है. हमें किसी न किसी तरह इस खत्म को गिरफ्तार कर लेना चाहिए. ലെഫ്റ്റനന്റ് പറയുവാണ് വസീർ അലിക്ക് ആസാദി ബഹുത് ഖതറാന ഹെ. വസീർ അലിയുടെ ഈ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിങ്ങനെ വിടുന്നത് വളരെ അപകടമാണ്. വസീർ അലി പോയി ഓരോ സ്ഥലങ്ങളിൽ പോയി ഓരോ ആൾക്കാരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര അപകടമാണ്. എത്രയും പെട്ടെന്ന് വസീർ അലിക്ക് ഗിരഫ്താരി കർണ ജറൂറത്ത് ഹെ. വസീർ അലിയെ ഗിരഫ്താരി കർണ ഒരു ഗിരഫ്താർ കർണ മനയ്ക്ക് ഒരു വിലങ്ങ് വെച്ച് വസീർ അലിയെ പിടിക്കേണ്ടത് ആവശ്യമാണ്. ये कत्ल का क्या हिस्सा हुआ है कर्नल? हिस्सा क्या हुआ है? उसके पत्नी हटाने के बाद वसीर अली को बनारस पहुंच दिया. बहादुर न होता तो യു कंपनी के वकील को कत्ल कर दिया है. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വക്കീലിനെ വധിച്ചായിരുന്നു. ആര്? വസീർ അലി. ഈ കത്ല കാ ക്യാ ഹിസ്സ ഹുവാ ഹെ कर्नल? എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വക്കീലിനെ വധിച്ചതെന്ന് ചോദിക്കുക. किस्सा क्या हुआ? उसके पद के हटाने के बाद हमने वसीर अली को बनारस पहुंचा और 3 लाख रुपए सलामा वसीर अली मुख्तार कर दिया. कुछ महीने के बाद गवर्नर जनरल ने उसे कलकत्ता बुलाया. वसीर अली कंपनी के वकील के पास गया तो बनारस में रहता था और उसमें शिकायत की कि गवर्नर जनरल उसे कलकत्ता क्यों तलब दिया है. वकील ने शिकायत की परवाह नहीं, उल्टा से बुरा फर्क दिया. वसीर अली ने तो दिल में यूं भी अंग्रेज़ों के खिलाफ नफरत कूट कूट पर भरी. उसे खंजर के वकील का काम तमाम कर दिया. वहाँ कंपनी वकील का कत्ल कैसे किया दिया.
वसीर अली को उसके पद से हटाने के बाद उसे बनारस भेजा, बनारസിലേക്ക് അയച്ചു और वहाँ से कलकत्ता बुलाया. अविടുന്ന് गवर्नर जनरल എങ്ങോട്ടേക്ക് വിളിച്ചു? कलकत्तेലേക്ക് വിളിച്ചു. उस समय वसीर अली ने कंपनी वकील से शिकायत की, उसे कंपनी वकील की शिकायत की, लेकिन वकील ने उसकी शिकायत कंपनी वकीलिനോട് എന്താ ചെയ്തത്? शिकायत की, कंप्लेंट ചെയ്തു. और वकील ने उसकी शिकायत ठीक से ना सुना. വക്കീൽ എന്ത് ചെയ്തില്ല? അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല, ഇല്ലെങ്കിൽ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ वसीर अली क्या किया है? उसे मारा और भाग गया. अपने जानिसारम समेत आजमगढ़ की तरफ भाग गया. वहाँ से आजमगढ़ की तरफ भाग. आजमगढ़ से हुक्मरान से उन्हें लोगों के अपनी हिफाजत खागरा पहुँच गया. आजमगढ़ पोई कंपनी वकील के कत्ल करने के बाद उसने क्या किया है? आजमगढ़ की ओर भागा. आजमगढ़ पोई और वहाँ से वह खागरा पहुँच गया. अविടുന്ന് എങ്ങോട്ടേക്കാണ് വന്നത്? खागरയിലേക്ക് എത്തി. अब एक कारवां इस जंगल में कई साल से भटक रहा है. वहाँ उसके बाद वह इस जंगल में कई साल से भटक रहा है. फिर वह इस जंगल में रहती है. लेफ्टिनेंट, मगर वसीर अली की स्कीम क्या है? कर्नल, സ്കീം ഏഹേക്ക് കിസി तरह നേപ്പാൾ പहुँच गया. വസീർ അലിയുടെ ലക്ഷ്യം ഇതാണ്, എങ്ങനെയെങ്കിലും എങ്ങോട്ടേക്ക് എത്തുക? നേപ്പാളിലേക്ക് എത്തുക. अफगानी हमले का इंतजार करे, अपनी ताकत बढ़ाए, तन्ने शक्ति കൂട്ടുക. സൗദത്ത് अली को अपने पद से हटाकर खुद अवध पर कब्जा करे और अंग्रेज सिंह को हिंदुस्तान ने निकले. എങ്ങനെയെങ്കിലും സൗദത്ത് അലിയെ അവധേശത്ത് നിന്ന് മാറ്റിയിട്ട് ബ്രിട്ടീഷുകാരെ ഓടിച്ചിട്ട് അവധേശത്തിൻ്റെ രാജാവായിട്ട് ഇരിക്കുക. लेफ्टिनेंट, नेपाल पहुंचा तो कोई ऐसा मुमकिन है कि पहुंच गया हो. हमारी फौज और नवाब सौदत अली खान के सिपाही बड़ी सख्ती से उसके पीछा कर रहा है. നമ്മുടെ സേനയും സൗദത്ത് അലിയുടെ സേനയും ഒക്കെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ വസീർ അലിയുടെ പുറകെ തന്നെ ഉണ്ട്. हमें अच्छी तरह मालूम है कि वो इन्हीं जंगल में है. നമുക്ക് നല്ല രീതിയിൽ അറിയാം ആരാ വസീർ അലി ഈ ജംഗലിൽ തന്നെ ഉണ്ടെന്ന്. एक सिपाही तेजी से दाखिल होता है. उड़कर, क्या बात है? दूर से गर्द उड़ती दिखाई देती है. कर्नल, सिपाहियों से कह दो कि तैयार रहे. लेफ्टिनेंट, जो खिड़की से बाहर देखने में मसरूफ था. इस दौरान बातचीत करते समय एक सिपाही आकर उससे कहती है कि दूर से एक कौन आती है? सवार आती है. कर्नल, हाँ ये भी सवार है, सर पर घोड़ा दौड़ाए चले आ रहा है. लेफ्टिनेंट, और सीधा हमारी तरफ आता मालूम होता है. ये सवार हमारी तरफ आती है. ഒരു സവാർ ആരാന്നറിയത്തില്ല, പക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത്. लेफ्टिनेंट, शुद्ध ही तो कोई गुंजाइश भी नहीं, तेजी से इसी तरफ आ रहा है. टापों की आवाज़ बहुत करीब आकर रुक जाती. सवार, मुझे കേണൽ से मिलना है. അവർ സവാറിനെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. നമ്മുടെ കേണൽ പറഞ്ഞു സവാറിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, ആരാണെന്ന് അറിയില്ല, വസീർ അലിയുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ അയാളുടെ സഹായമോ ആരെങ്കിലും ആവുമെന്ന് പറഞ്ഞു. പക്ഷേ സവാർ എങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത്? ഇവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് വന്നിട്ട് സവാർ ചോദിച്ചതാണ്, മുझे കേണൽ से मिलना है, എനിക്ക് ആരെ കാണണം? കേണലിനെ കാണണം. ഗോര चिल्लाकर बहुत खूब. सवार से गौरा अंदर आकर, हुजूर सवार आपसे मिलना चाहती है. गौര വന്നിട്ട് അകത്ത് വന്നിട്ട് പറയും, താങ്കളെ കാണാനാണ് ആഗ്രഹിക്കുന്നതെന്ന് കേണലിനോട് പറയും. കേണൽ, भेज दो, അയക്കാൻ പറയും. लेफ्टिनेंट, वसीर अली का कोई आदमी होगा हमसे मिलकर उसे गिरफ्तार करवाना चाहता होगा. കേണൽ, खामोश रहो, സൈലൻ്റ് ഇരിക്കുക, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് നോക്കാം എന്നാണ്. सवार, आते ही पुकार उड़ता है, तनाई तनाई. केरल, साहब यहाँ कोई घर आदमी नहीं है, आप रास्ते दिल कर दे, दीवार हमेशा दर्द रहे. केरल, लेफ्टिनेंट और सिपाही को इशारा करता है, दोनों बाहर चले हैं. जब कर्नल और सवार खेमे में तन्ना कर रहे, सरे वक्ते ही बार चारों तरफ देख. सवार कहता है, सवार ने क्या कहती है? मुझे अकेला बातचीत करना चाहती है, अकेला बातचीत करना चाहिए. हमारे കേണൽ से अकेला, കേണലിനോട് ഒറ്റയ്ക്ക് സംസാരിക്കാനാണ് പറഞ്ഞത്. കേണൽ ഇത് കൊടുത്തിട്ട് കേണൽ നിർദ്ദേശം കൊടുത്തിട്ട് ബാക്കിയുള്ളവരെല്ലാം പുറത്തേക്ക് പോയി. സവാർ, आपसे इस मुकाम में क्यों खेमा डाला है? സവാറിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, താങ്കൾ എന്തിനാണ് ഇവിടെ ടെൻ്റ് അടിച്ചിരിക്കുന്നത്? കേണൽ, कंपनी की हुक्म है कि वसीर अली को गिरफ्तार करना. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? वसीर अली को गिरफ्तार करना. सवाल, लेकिन इतना लाश पर क्या माएगा? कर्नल, गिरफ्तारी में मदद देने के लिए. എന്തിനാണ് ഇത്രയും ആൾക്കാരൊക്കെ എന്തിനാണ് അത് गिरफ्तारिയിൽ ഇതിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സവാൽ, വസീർ അലിക്ക് गिरफ्तारी बहुत मुश्किल है साहब. വസീർ അലിയെ പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. कर्नल, क्यों? सवाल, वो एक जांबाग सिपाही है, ഞാൻ ഒരു ധീരനായ ഒരു പോരാളിയാണ്. കേണൽ, മേനെ ബി സുൻ രഹാ ഹെ, ആപ് ക്യാ ചാഹത്തെ ഹെ? ഞാനും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താണ് താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്തിനാണെന്ന് ചോദിക്കും. ചന്ദ് കാർത്തൂസ്, എനിക്ക് കാർത്തൂസ് വേണം. കിസ്കെ ലിയെ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാർത്തൂസ്? എന്തിനാണ് നിങ്ങൾക്ക് ബുള്ളറ്റ്? എന്തിനാണ്? വസീർ അലിക്കോ गिरफ्तार करने के लिए. അപ്പോൾ സവാർ പറയും, വസീർ അലിയെ
പിടിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ബുള്ളറ്റ് വേണം എന്ന് പറയും. ഈ ലോ 10 കാർത്തൂസ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കേണലിന് സന്തോഷമാകും. കാരണം ഒരാളും കൂടെ വസീർ അലിക്ക് എതിരായിട്ട് വരുന്നില്ലേ. കേണൽ എന്ത് ചെയ്യും? 10 കാർത്തൂസ് ഉസ്കോ ദിയ, ഒരു 10 കാർത്തൂസ് അദ്ദേഹത്തിന് കൊടുക്കും. സവാർ മുസ്കുരാത്തെ ഹേ ശുക്രിയ. സവാർ വളരെ ചിരിച്ചുകൊണ്ട് പറയും നന്ദി. കേണൽ ആപ്കാ നാം ക്യാ ഹെ? ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ടൈമിലാണ് കേണൽ ഈ വന്ന സവാറിനോട് ചോദിക്കുന്നത് ആപ്കാ നാം ക്യാ ഹെ? തങ്ങളുടെ പേരെന്താണ്? സവാർ വസീർ അലി. സാർ ആരാണ് വന്നിരുന്നത്? വസീർ അലി തന്നെ അത്രയും ധൈര്യമുള്ളൊരു പോരാളിയാണ്. അതുകൊണ്ടാണ് നേരിട്ട് ആ പുള്ളി വന്നത്. ലാസ്റ്റാണ് പേര് ചോദിക്കുന്നത്. സവാർ പറയും വസീർ അലി ആപ്നെ മുझे കാർത്തൂസ് ദിയെ ഇസ്ലിയെ ആപ്കി ജാൻ ബച്ച് ഗയി ഹെ. താങ്കൾ എനിക്ക് കാർത്തൂസ് തന്നു, അതുകൊണ്ട് തന്നെ ഞാൻ താങ്കളുടെ ജീവൻ രക്ഷിക്കുവാണ്. ഏ കേൾക്കർ ബാഹർ ചലാ ഗയ. അത് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. ടാപ്പോങ്ക ഷേർ സുനായി ദേത്ത. കേണൽ എക് സന്നാട്ടെ മേ ഹെ. കേണൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. ഹക്ക ബക്ക ഖടാമേം ലെഫ്റ്റനന്റ് അന്തറായ. കേണൽ ഹക്ക ബക്ക റഹ. കേണൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ലെഫ്റ്റനന്റ് അകത്തേക്ക് വന്നു. കോൺ താവ്? ആരായിരുന്നു അത്? കേണൽ ദബി ജവാൻ സെ ആപ്നെ ആപ്സെ കഹത്തായ എക് സാമ്പാ സിപ്പാഹി. അയാൾ അദ്ദേഹം മനസ്സിൽ പറഞ്ഞെന്താണ്? അവനൊരു ധീരനായ പോരാളിയായിരുന്നു എന്ന് വെച്ചാൽ വസീർ അലി ധീരനായ പോരാളിയായിരുന്നു. ഇത്രയും നാൾ വസീർ അലിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ടെൻറ്റ് അടിച്ചിരുന്നത്. എന്നിട്ട് പോലും വസീർ അലി അവരുടെ അടുത്ത് വന്ന് കാർത്തൂസ് വാങ്ങിച്ച് പോയി. ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കണം. നന്നായിട്ട് വായിച്ചിട്ട് അതിൻ്റെ മീനിങ്സ് ഒക്കെ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ മനസ്സിലാക്കി എഴുതണം കേട്ടോ. താങ്ക് യു.